ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, മെൻ ആൻഡ് വിമൻ. നിങ്ങൾ എത്ര പേര് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, പുരുഷന്മാർക്കാണ് ഈ ചോദ്യം, എത്ര പേര് ഗ്രോപ്പ് ചെയ്തിട്ടുണ്ട്? എല്ലാവർക്കും ഗ്രോപ്പിംഗ് എന്താണെന്നറിയാമോ? ശാരീരിക അതിക്രമം. അതിക്രമം. ബസ്സുകളിൽ നിങ്ങൾ പുരുഷന്മാരിൽ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്. ആണുങ്ങളെ അനുഭവിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ ഇതിനകത്ത് ഈ സൈഡിലിരിക്കുന്ന മൊത്തം സ്ത്രീകളാണ്. ഈ ഒരു ആൻസർ, let me complete. I'm telling you how where inequality remains, it sustains. Maybe because of the differences. We are different. We are not saying we are same. But respect the differences. All of us. In that case, why is this debate? Listen, if for this answer, ningada side in the adehum, how many people raised their hand? You said, yes, I got groped. He said, I got groped. Wait. Let me complete. How many men on that side? How many raised hands? How many? Wait. Okay, let me complete the question. Okay? So you saw the difference, right? What does this indicate? ഇതിന്റെ മാത്രം ആൻസർ തന്നാ. ഞാൻ പറയട്ടെ, മാഡം പറഞ്ഞ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്രാവൽ ചെയ്യുന്ന ഇടയിൽ പീഡനം നേരിട്ടുണ്ട്. ഞാൻ പീഡനം നേരിട്ടില്ല, പക്ഷെ പീഡനം നേരിട്ട ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ എന്താ സംഭവം? അങ്ങനെ നേരിട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? എനിക്ക് അങ്ങനെ ഒരു പീഡനം നേരിടേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. അല്ലാതെ വീഡിയോ പിടിച്ച് ഇത് കേൾക്കും, അല്ലാതെ ഏഴ് തരത്തിൽ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പീഡനം നേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷൻ ഒരു സാധനം ഉണ്ട്, അവിടെ പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. അല്ലാതെ ഇപ്പൊ ചെയ്യുന്നത് പോലെ 4 തരത്തിൽ വീഡിയോ എടുത്ത് 4 ആംഗിളിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടാനായിട്ട് ഉപയോഗിക്കുക. Your answer I take. There was one incident of the many groping incidents that got public. Okay, now my question is to the women here. അപ്പുറത്ത് ഇരിക്കുന്ന സ്ത്രീകളോടാണ് ചോദ്യം. നേരത്തെ ചോദ്യം പുരുഷന്മാരുടെ അടുത്തായിരുന്നു. ഇപ്പോഴത്തെ ചോദ്യം അതേ ചോദ്യം സ്ത്രീകളുടെ അടുത്താണ്. The men answered yes, അങ്ങനെ ഞങ്ങളെ ഗ്രോപ്പ് ചെയ്താൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കും. Now the second question is to the women. Same question. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ എത്ര പേര് ഗ്രോപ്പിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ട്? യു ക്യാൻ റൈസ് ഹാൻഡ്സ്. എല്ലാവരും. Men are from Mars and women are from Venus എന്നാണ് നമ്മൾ പറയുന്നത്. ഒരാളുടെ വിഷൻ ആണ്. പ്ലീസ് മേക്ക് ഇറ്റ് എ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് ഗ്രോപ്പിംഗ് ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടില്ലെങ്കിലും ആസ് എ സൈക്കോളജിസ്റ്റ് ഈ 2 വിഭാഗത്തിരിക്കുന്നവരുടെയും ഈ ഒരു ഗ്രോപ്പിംഗ് അനുഭവിച്ചതിന് ശേഷമുള്ള മാനസികാവസ്ഥയും അവർക്ക് മരിക്കണമെന്ന് തോന്നിയ അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ എല്ലാ കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാറ് പറഞ്ഞ പോലെ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി ഉടനെ കേസ് കൊടുക്കാൻ സ്ത്രീകളും സമയം കാണും. സ്റ്റേഷനിൽ ചെന്നാൽ അതേ പ്രോബ്ലം ഞങ്ങൾ സ്ത്രീകളും ഫേസ് ചെയ്തിട്ടുണ്ട്. ആണുങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനിലുള്ളത്. എപ്പോഴും സ്ത്രീകളുടെ എപ്പോഴും വനിതാ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. ഏറ്റവും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് പറയുമ്പോ സ്ത്രീകൾ അനുഭവിച്ചതായ ബുദ്ധിമുട്ടുകളുണ്ട്. നോട്ടം കൊണ്ടാണെങ്കിലും അവരുടെ വാചകടി പിന്നെയും വന്നു, അല്ലെങ്കിൽ പിന്നെയും കംപ്ലൈന്റ് കൊണ്ട് വന്നു, കണ്ടാൽ അറിയാം. അങ്ങനെ ആരെങ്കിലും സാർ എപ്പോഴും എല്ലാ സ്റ്റേഷനിലും ഇല്ലല്ലോ. 70% മെന്നാണ് സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ഇവിടെ പേട്രിയാർക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു വിമണ്ണെ അടിച്ചമർത്താണ് എന്ന് പറയുന്ന അതേ സമൂഹത്തിൽ തന്നെ ഒരാണ് കരഞ്ഞാൽ അതൊരു ഭയങ്കര ബലഹീനതയായി കാണുന്ന ഒരു സമൂഹമുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ബലഹീനതയായി കാണുന്ന പലരെയും എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഓൺലൈൻ കൗൺസിലിങ്ങിന് ഇത്രയും പ്രചാരം ലഭിക്കുന്നതും. നമ്മളൊരു കൗൺസിലിങ്ങിന് പോവുകയാണ് എന്ന് പറയുന്നത് മഹാ മോശമാണ് എന്ന് കരുതുന്ന കുറേ പേരെ എനിക്കറിയാം. ഈ ഒരു കണ്ടീഷൻ നിൽക്കുന്നു. പ്ലസ് സാറ് പറഞ്ഞു നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഒരു ലേഡിക്ക് പ്രിവിലേജോട് കൂടി തന്നെയാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ വളരുന്നത് എന്നുള്ള രീതിയിൽ. അത് എപ്പോൾ തൊട്ടാണ് ആ പ്രിവിലേജ് കിട്ടിയത്? പെൺ ഭ്രൂണഹത്യ മുതലാണ് ഈ പെണ്ണിന് അല്ലെങ്കിൽ സ്ത്രീക്ക് എന്നുള്ള ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വന്നു തുടങ്ങിയത്. അതായത് ഇല്ല, എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പം ഞാൻ സ്ത്രീകൾക്ക് ഉഷാ കേലെ എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ഒരു ലീഡർ തന്നെയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഒരു ആൺ കുഞ്ഞിന് ജന്മം നൽകില്ല. ആൻഡ് നോ ഫെമിനിസ്റ്റ് വുഡ് എവർ അലോ ഹർ ടു കൊന്നുകളയാൻ ആൺകുട്ടികളെ. ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. ഫെമിനിസ്റ്റ് ബൈബിൾ എന്നറിയപ്പെടുന്ന ബുക്കാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.